കലാരവത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണത്തിന്റെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലുകളിലേക്ക്. ഗേറ്റിനരികിൽ ചിരിച്ചു നിൽക്കുന്ന വെള്ള മന്ദാരങ്ങൾ, നൈർമല്യത്തിന്റെ ചിന്തുപാടി നിൽക്കുന്ന ഞങ്ങളെ നീ എന്തേ കണ്ടില്ല എന്ന ചോദ്യം ചുണ്ടിൽ. കിണറ്റിൻകരയിലെ നന്ദ്യാർവട്ടമാവട്ടെ ചുറ്റിലും ഒരു വെള്ളക്കമ്പളം നിവർത്തിയിട്ട പോലൊരു പൂമെത്തയൊരുക്കി വെച്ചിട്ടുണ്ട്. ആ ചില്ലയിലൊന്ന് പിടിച്ചു കുലുക്കേണ്ട താമസം തുരുതുരെ പൂമഴയായി. പിന്നെ ചെടിച്ചട്ടികൾക്കടുത്ത് പടർത്തിയ വെള്ള ശംഖുപുഷ്പ വള്ളിയിലുമുണ്ട് നിറയെ പൂക്കൾ. അത്തക്കളം വെള്ളക്കളമാകുമോ എന്ന ശങ്കയിൽ കുറച്ച് നിറമുള്ള ഇലകളുടെ സഹായം തേടി. അരിഞ്ഞിട്ട ഇലകൾക്കൊരാത്മാവില്ല എന്ന് ഉള്ളിലിരുന്ന് ആരോ മന്ത്രിക്കുന്നുണ്ടോ? ചെമ്പരത്തിപ്പൂവിന്റെ തുടുതുടുപ്പുള്ള പേരറിയാത്ത ഒരു ചുവന്ന പൂ തോട്ടത്തിൽ മന്ദാരത്തയ്യിനോട് ചേർന്ന് നിൽപ്പുണ്ട്. ചെമ്പരത്തിക്ക് പകരമാവില്ലെങ്കിലും എന്നെ കൂടി പരിഗണിച്ചുകൂടെ എന്നത് കാതിനോരത്ത് മന്ത്രിക്കുന്നത് കേട്ടാണ് തിരിഞ്ഞു നോക്കിയത്. ഇനി നീയേ തുണ, നീ എന്റെ വെള്ളക്കളത്തിന് തുടുപ്പേകൂ. ഞാൻ അവളെ കൈക്കുമ്പിളിലാക്കി. ഓണമോർമ്മയെ സമസ്തേന്ദ്രിയങ്ങൾക്ക് കൊണ്ടും തിരിച്ചു പിടിക്കാനുള്ള തത്രപ്പാട്. അത്തം വന്നതും പോയതൊന്നും അറിഞ്ഞില്ല. ഇന്നിപ്പതാ പുരാടായി. ഓണത്തിന്റെ കിതപ്പും കുതിപ്പും അറിയണമെങ്കിൽ കുറെ വർഷങ്ങൾ പിന്നിലേക്ക് നീങ്ങണം. പഞ്ഞമാസത്തിന്റെ വറുതി നീങ്ങി അടുക്കളയിൽ തെളിയുന്ന കാലം. അന്നത്തെ കലവറകൾക്ക് ഇന്നിന്റെ സമൃദ്ധി അവകാശപ്പെടാനില്ലല്ലോ. ഓണത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വറുത്തുപ്പേരിയും ശർക്കര വരട്ടിയും പഴം നുറുക്കും തന്നെ. കഴിയുമ്പോൾ ഇഷ്ടമുള്ള പഴം ഡൈനിങ് ടേബിളിന് മുകളിലെത്തുന്ന കാലമല്ല അന്ന്. വലിയ വട്ടച്ചെമ്പിൽ വാഴയില കൊണ്ട് മൂടി വേവിച്ചു വെക്കുന്ന പഴന്നുറുക്ക് വീട്ടുകാർക്ക് മാത്രമുള്ളതല്ല, കളിക്കാൻ വരുന്ന അയൽവീട്ടിലെ കുട്ടികൾക്കും ഓണവിശേഷം പങ്കുവെക്കാനെത്തുന്ന ചുറ്റുവട്ടത്തുള്ളവർക്കും കൂടിയാണ്. ഓണക്കാലത്ത് വീട്ടിൽ കയറി വരുന്നവർക്ക് വെറും ചായ കൊടുത്തുകൂടാ എന്നതൊരു വിശ്വാസമാണോ എന്തോ. പച്ച നിറത്തിലുള്ള വാഴയിലക്കീറിൽ പകർന്നു കിട്ടുന്ന സ്വർണ്ണ തിളക്കമാർന്ന ഉപ്പേരിക്കൂട്ടും ചെമ്പിന്റെ തുടുപ്പ് കലർന്ന പഴനുറുക്കുമായൊരു തിരങ്കാണ് ബാല്യകാലത്തിൽ എന്റെ ഉള്ളിലുണ്ടായിരുന്ന കുഞ്ഞോണത്തിന്റെ നിറം എന്ന് പറഞ്ഞാൽ അതിലൊട്ടും കളവില്ല. ഇന്നലെ രാത്രി മുതൽ മഴ. എന്റെ നന്ദ്യാർവട്ടവും 4 മണിപ്പൂക്കളും മഴയിൽ കുതിർന്ന് തളർന്നു പോയി. രാവിലെ കുട ചൂടി അതൊന്ന് നുള്ളിപ്പെറുക്കാനും പാട്. ചില്ലയൊന്ന് തൊടുമ്പോഴേക്കും നനഞ്ഞു കുളിക്കും. ഇപ്പോൾ പനി മാറിയുള്ളൂ. ഇനി ഓണാകുമ്പോഴേക്കും വീണ്ടും വരുത്തണ്ട. ഓർമ്മപ്പെടുത്തലുകൾ തൽക്കാലം കേട്ടില്ലെന്ന് നടിച്ചേക്കാം. നന്ദ്യാർവട്ടത്തെ മറന്നതെങ്ങനെ? ഗ്രാമീണ നന്മയുടെ ചുനയുമായി ആ സുഗന്ധം എപ്പോഴും ബോധമണ്ഡലത്തിൽ വട്ടം കറങ്ങുന്നു. വാര്യത്തൊരു പവിഴമല്ലിയും ഗന്ധരാജനും ഉണ്ട്. അമ്പലത്തിലെ മാലയ്ക്കും പൂജയ്ക്കുമായി പൂവൊരുക്കാൻ അതിന് ചുവട്ടിൽ നിൽക്കുമ്പോൾ എത്ര മഴ നനഞ്ഞിട്ടുണ്ട്. അമ്പലക്കുളത്തിൽ മുങ്ങി നിവർന്നു വരുന്നതേ ഈറനായിട്ടാവും. ആകെ മുങ്ങിയാൽ എന്ത് കുളിര്. ഇപ്പോൾ കമ്പിളി പുതപ്പിന് താഴെ ചൂട് പിടിച്ച് ചൂളിക്കിടക്കുമ്പോഴല്ലേ കുളിരും തണുപ്പുമൊക്കെ തോന്നുന്നത്. അത്തം മുതൽ 10 നാൾ ഓണപ്പൊലിമയുമായി ദേവീദേവന്മാർ കളത്തിലെത്തുമെന്നാണ് വിശ്വാസം. അത്തന്നാളിൽ ഗണപതി ഭഗവാനാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അത്തവും ചതുർത്ഥിയും ചേർന്ന ദിവസം വിഘ്നേശ്വര പൂജയ്ക്ക് സവിശേഷമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ചിത്തിരക്കളത്തിൽ എഴുന്നള്ളാൻ വരുന്നത് ശിവപാർവതിമാരാണ്. ചിത്തിരക്കളത്തിൽ തുമ്പയും തുളസിയും വേണമെന്നാണ് പഴമക്കാരുടെ മതം. കലാരവത്തിലെ എന്റെ എല്ലാ കൂട്ടുകാർക്കും നന്മയുടെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ.